ഹലോ ഗായ്സ്. അപ്പോൾ ജീനി മേക്ക് എ വിഷ് എന്ന സീരീസിൻ്റെ റിവ്യൂവും വിശേഷങ്ങളും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് പ്ലോട്ടിലോട്ട് കിടക്കാം. പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കളഞ്ഞു കിട്ടുന്ന ഒരു മാജിക് ലാമ്പ്. അത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ജീനി പ്രത്യക്ഷപ്പെടുന്നു, 3 വരം കൊടുക്കുന്നു. ആ ഒരു സ്റ്റോറി തന്നെയാണ് ഈ സീരീസിലും പറയുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു മെയിൻ പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നായികയുടെ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മുടെ നായികയ്ക്ക് കിട്ടുന്ന ബേസൂസി എന്ന് പറയുന്ന നായികയ്ക്ക് കിട്ടുന്ന ഈ മാജിക് ലാമ്പ്, പുള്ളിക്കാരുടെ ക്യാരക്ടർ സാധാരണ ഒരു ഹ്യൂമനെ പോലെയല്ല. പുള്ളിക്കാരിക്ക് ഈ സീരീസിൽ ഇമോഷൻസ് അറിയത്തില്ല. അങ്ങനത്തെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഒരു സൈക്കോപാത്ത് അങ്ങനത്തെ ഉള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് നമ്മുടെ നായിക. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇമോഷൻസ് ഇല്ല. അതായത് ഹാപ്പിനെസ് എന്താണെന്ന് അറിയത്തില്ല, സാഡ് എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും കരയുമ്പോൾ പുള്ളിക്കാരിക്ക് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ വേറൊരാൾക്ക് വേദനിക്കുമ്പോൾ വേദന എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ വേറൊരാളെ കീറി മുറിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന വേദന എന്താണെന്ന് പുള്ളിക്കാരിയുടെ ദേഹത്ത് മുറിച്ചാൽ മാത്രമേ പുള്ളിക്കാരിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വേറൊരാൾക്ക് വേദനിക്കുക, അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറല്ല പുള്ളിക്കാരി. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് നോക്കാം. പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ സ്റ്റോറി വൈസ് അത്യാവശ്യം കൊള്ളാമെന്നുള്ളതാണ്. ചെറിയ ചെറിയ ഹ്യൂമറും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ പോരാത്തതിന് ഗ്രാൻഡ് മേറ്റ് അഭിനയിച്ചിരുന്ന ഗ്രാൻഡ് മേറ്റ് 2 പേര് വരുന്നുണ്ട്. അവർ 2 പേരുടെ കിട്ടില്ല അഭിനയമുണ്ട്. കുറച്ചുകൂടെ എനിക്ക് കിട്ടിലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഗ്രാൻഡ്മയുടെ യങ്ങർ വെർഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി വളരെ കിട്ടിലായിട്ട് അത് നമ്മുടെ ഗ്രാൻഡ്മ എങ്ങനെ അഭിനയിച്ചോ അതേപോലെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു സംഭവമായിരുന്നു ഈ സീരീസിലെ. അപ്പോൾ പോസിറ്റീവ് പറയുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ സ്റ്റോറി അത്യാവശ്യം കൊള്ളാമെന്നുള്ളതാണ്. പഴയ സ്റ്റോറീസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാസ്റ്റിൽ കുറേ ട്രാവലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ലാസ്റ്റ് 2 എപ്പിസോഡ്സ് അതിൽ ഇമോഷനും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇമോഷണൽ സീക്വൻസും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പുള്ളിക്കാരി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നായിക ബേസൂസി. അപ്പോൾ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. ഇതിലെ മേജർ ഒരു പോസിറ്റീവ് കാര്യം പറയാൻ വിട്ടു, നമ്മുടെ വില്ലനായിട്ട് അഭിനയിച്ച ആ കൊച്ചു ചെറുക്കൻ വളരെ കിട്ടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചു ചെറുക്കന് ആ വില്ലത്തിനെ കാണുമ്പോൾ തന്നെ ചാടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നും. അങ്ങനത്തെ രീതിയിൽ കൊച്ചു ചെറുക്കൻ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ പാസ്റ്റിലെ ചെറിയ മൂമെൻറ്റ്സ് ഈ ജീനി ചെന്നിട്ട് മാറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ഒന്നും കാണിക്കുന്നില്ല. അത് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വേ ആയിട്ട് തോന്നുന്നില്ല. VFX എല്ലാം വളരെ ഗംഭീരമായിരുന്നു. ടെക്നിക്കൽ സൈഡെല്ലാം ടോപ്പ് നോച്ചായിരുന്നു. പക്ഷേ ഇത് സ്റ്റോറി വൈസ് സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേനും കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഇമോഷൻ ഇല്ലാത്ത നമ്മുടെ നായിക ജീനിയായിട്ട് ഒരു റൊമാൻറ്റിക് വേ ഓഫ് ഇതിലോട്ട് പോകുന്നതും, പുള്ളിക്കാരി കരയുന്ന ചെറിയൊരു സീക്വൻസ് ഉണ്ട്. പക്ഷേ അതെനിക്ക് മനസ്സിലായില്ല, എങ്ങനെയാണ് ആൾ നായികയ്ക്ക് കരയാൻ കഴിഞ്ഞു എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ദഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. തിരക്കഥ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രൂ ഔട്ട് സ്റ്റോറി നല്ലതായിട്ടുണ്ടായിരുന്നെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേനും കുറച്ച് വീക്കാണ് അവിടെ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഓവറോൾ സാധാ ഒരു കൊറിയൻ ഡ്രാമ എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. അതിന് പറ്റിയ നല്ലൊരു സീരീസ് തന്നെയാണ് ജീനി മേക്ക് എ വിഷ്. അപ്പോൾ എല്ലാവർക്കും സമയമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അത്യാവശ്യം കോമഡിയും റൊമാൻസും ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ കുറച്ച് ഫാൻറ്റസി കലർത്തിയിട്ട്. അപ്പോൾ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.